ഹലോ ഗൈസ്, ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആലപ്പുഴ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ മേടിച്ച് പർച്ചേസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഒരു കുർത്തിയാണ് എടുത്തേക്കുന്നത്. 3/4 ആണ് കൈ വന്നേക്കുന്നത്. ഇതിൻ്റെ കയ്യിൽ ഒരു ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ ഇതിങ്ങനെ ഒരു കെട്ട് വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ പ്രിന്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നൊരു സംശയമുണ്ട്. ഈ പ്രിന്റ് ഇത് ഒരു പെയിന്റ് പ്രിന്റ് ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഒന്നും അറിയത്തില്ല. ഞാൻ എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ സൈസ് എടുത്തത്. പക്ഷേ എനിക്ക് എക്സ്ട്രാ സ്മോൾ സാധാരണ സ്റ്റുഡിയോ ഒന്ന് എടുക്കാൻ നേരത്തിട്ട് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല, ഓൾട്ടർ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ ഞാൻ ഇതിട്ട് നോക്കിയിട്ട് ഇച്ചിരി ഓൾട്ടർ ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് തന്നെ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 റുപ്പിയാണ് ഇതിൻ്റെ റേറ്റ്. സെക്കൻഡ് വൺ വന്നിട്ട് ഞാനൊരു മാസ്ക് ഷീറ്റാണ് എടുത്തേക്കുന്നത്. വിറ്റാമിൻ സി ഗ്ലോ മാസ്ക് ഷീറ്റാണിത്. ഇത് ഈവൻ സ്കിൻ ടോണും നമ്മളെ ഹെൽത്തി ഗ്ലോ ആയിട്ടൊക്കെ വെക്കാൻ സഹായിക്കും, ബൂസ്റ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒക്കെ തരുമെന്ന് പറഞ്ഞേക്കാം. ഞാൻ ഇതിന് മുന്നേ സ്റ്റുഡിയോ ഒന്ന് മാസ്ക് ഷീറ്റ് മേടിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് രണ്ടെണ്ണം മേടിച്ചു കേട്ടോ. ഞാൻ കാജിലാണ് മേടിച്ചത്. 79 റുപ്പിയാണ് റേഞ്ച് പറഞ്ഞത്. ഞാൻ മറ്റേൻ്റെ റേഞ്ച് ഫേസ് മാസ്കിൻ്റെ റേഞ്ച് പറഞ്ഞല്ലോ. ഫേസ് മാസ്കിൻ്റെ റേഞ്ച് 49 ആണ് കേട്ടോ. 49 ആണ് ഈ ഒരു ഷീറ്റിന് പറഞ്ഞ വില. മേടിച്ച് ഓർണേറ്റ് അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ, നമുക്ക് കുറേ നാൾ യൂസും ചെയ്ത്. ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ അവിടെ മേടിക്കുന്നത്, കാജൽ മേടിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അവിടുത്തെ കാജൽ നല്ലതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഈ രണ്ട് ടൈപ്പ് ഹെയർ ബാൻഡ്സ് ആണ്. ഇതിനകത്ത് 4 കേട്ടോ വന്നത്. ഇതിനും 79 ആണ്. ഇതിന് ഇത്തിരി കത്തിയാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം അതിന് മാത്രം 79 റുപ്പീസിന് ഇതുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതും 79 റുപ്പിയാണ് കേട്ടോ. ഇതിനകത്ത് 4 പറഞ്ഞത്. അങ്ങനെ 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്യൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെ രണ്ട് ടൈപ്പ് കൂടി, 2 ടൈപ്പ് സ്മെല്ല് കൂടി. ഇതിൻ്റെ സ്മെല്ല് എന്താണെന്ന് ഞാൻ എഴുതിയത്. ഇതിൻ്റെ തന്നെ വേറെ 2 കൂടി അവൈലബിൾ ആയിരുന്നു. എനിക്ക് ഇതിൻ്റെ സ്മെല്ലാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഞാൻ ഇതെടുത്തു. പിന്നെ ഇത് അടിപൊളിയാണ്. ഇതിന് അടിപൊളി സ്മെല്ലാണ്. നല്ല സ്മെല്ലാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. നല്ല സ്മെല്ല്, അടിപൊളി സ്മെല്ലാണ്. ഇത് ഞാൻ എടുത്തത്. നമുക്ക് കൊണ്ടു നടക്കാമല്ലോ. പോക്കറ്റ് ഫ്രണ്ട്ലി ആണല്ലോ ഈ പെർഫ്യൂം. അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. പിന്നെ വന്നിട്ട് എനിക്കല്ല, ഇതിൻ്റെ അനിയത്തി ഞാൻ അവളായിട്ടാണ് കേട്ടോ പോയത്. ഇതാണ് എടുത്തത്. ഇത് റേറ്റ് വന്നിട്ട് ഇതും 79 റുപ്പീസാണ്. അതിന് മാത്രം ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ചിലപ്പം സ്ട്രോങ് ആയിരിക്കും, സംഭവം സ്ട്രോങ് ആയിരിക്കും തോന്നുന്നു. ഞാൻ ഇത്ര വലുത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് അവൾ മേടിച്ച് തന്നെയാണ്. പിന്നെ വന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ മേടിച്ചത്. സത്യത്തിൽ ബാക്കി എല്ലാത്തിനും അവിടെ കുറേ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമല്ലോ ഓരോരുത്തരും. ഇതിൻ്റെ മാത്രം ട്രയൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ട്രയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിനും ട്രയൽ നോക്കി. ഞാനാണെങ്കിൽ ഇതിന് മുന്നേ യൂസ് ചെയ്ത് ഇത് കാലിയായി കേട്ടോ. ഈ ബോട്ടിൽ ഈ കളർ തപ്പിയാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം ഇതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇതിൻ്റെ ട്രയൽ കിട്ടും. ബാക്കി എല്ലാത്തിനും നോക്കിയിട്ട് ഇതിൻ്റെ അല്ല, ഈ ഷെയ്ഡല്ല, ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡല്ല ഇത്. അപ്പം എനിക്കിതിൻ്റെ ഇതൊന്നും ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിനും ട്രയൽ നോക്കിയിട്ട് അതല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ട്രയലും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത് എടുത്തുകൊണ്ട് പോരാന്ന് വിചാരിച്ചാൽ ഇതിൽ പൊട്ടിച്ച് നോക്കിയില്ല കേട്ടോ. ഇത് എങ്ങനെയാണ്, ഇത് ആക്കട തന്നെയാണെന്ന് ഇതിൽ പൊട്ടിച്ച് നോക്കിയില്ല. ഞാൻ പൊട്ടിച്ച് നോക്കാൻ പോകുന്നേ ഉള്ളൂ. പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ റേറ്റ് 149 ആണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡല്ലെന്ന് തോന്നുന്നു. ഭാഗ്യം, ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡല്ല. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ലൈറ്റ് പിങ്കാണിത്. പക്ഷേ ഇതെനിക്ക് ചേരുമെന്ന് തോന്നണില്ല എൻ്റെ ഷെയ്ഡിന്. ഇത് തീർന്നു. ഞാൻ എന്നിട്ടും പഠിച്ചൊക്കെ എടുക്കുമായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. കുറച്ചുകൂടി ഡാർക്കാണ് ഇത്. പക്ഷേ ഭയങ്കര ലൈറ്റ് ആയിപ്പോയി. ഇനി വല്ല മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതാണെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡല്ല ഇത്. ആശ്രമം പാളിപ്പോയി. പിന്നെ വന്നിട്ട് ഈ ചെരുപ്പാണ് കേട്ടോ എടുത്തത്. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് അവിടുത്തെ കുറേ ടൈപ്പ് ചെരുപ്പുണ്ട്. കാരണം കുറേ നാൾ ലാസ്റ്റ് ഈ ടൈപ്പ്. പക്ഷേ സൂക്ഷിക്കണം, അഴുക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. ഈ കളറൊക്കെ ആകുമ്പോൾ അഴുക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. 36 ആണ് കേട്ടോ സൈസ് എടുത്തത്. അനിയത്തിക്ക് വേണ്ടി എടുത്തതാണ്. എൻ്റെ റേറ്റ് വന്നിട്ട് 299. അത് പൊട്ടിച്ചിരുന്നു എൻ്റെ ടാഗ്. 299 ആണോ തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 299 ആണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. പക്ഷേ കുറേ നാൾ ലാസ്റ്റ് ചെയ്യാം. നമുക്കത് സമയത്ത് കൊടുത്ത് പറ്റത്തുള്ളൂ. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യാം. സൂക്ഷിക്കുവാണെങ്കിൽ ഈ കളറൊക്കെ അത്യാവശ്യം വൃത്തിയിലാക്കാത്ത രീതിയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഇത്. പിന്നെ ലാസ്റ്റായിട്ട് 2 ടോപ്പ് ടീഷർട്ട് മേടിച്ചോട്ട്. ഇത് ഞാൻ കിഡ്സ് സെക്ഷനിൽ അവളെ കൊണ്ടുപോയത്. അവൾക്ക് 18 വയസ്സാകാറായിട്ടുണ്ട്. പക്ഷേ ഞാൻ കിഡ്സ് സെക്ഷനിലാണ് കൊണ്ടുപോയത്. അവൾക്ക് ക്രോപ്പ് ടോപ്പായിട്ട് കിടക്കുന്നത് അവൾക്ക് കിഡ്സ് സെക്ഷനിലേ കിട്ടത്തുള്ളൂ. കാരണം മറ്റേടത്തൊക്കെ അവളുടെ സൈസ് വെച്ച് നോക്കാൻ നേരത്ത് നല്ല വലുതായിരുന്നു നോക്കിയിട്ടൊക്കെ. അപ്പം 2 ടീഷർട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 179 ആണ് കേട്ടോ. ഈ ടോപ്പിൻ്റെ റേറ്റ് വന്നിട്ട് 179 ആണ്.
ഇതും 179 ആണ് കേട്ടോ റേറ്റ് വന്നിട്ട്. ഇത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ്. ഇതും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. കണ്ടോ, 13-14 years ഓൾഡ്, അവർക്ക് 18 വയസ്സ് ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇത്രയൊക്കെയാണ് എടുത്തത്. എനിക്ക് റേറ്റ് വന്നിട്ട് 1984 സംതിങ് ഉണ്ടായിരുന്നു ഇത്ര എടുത്തിട്ട് സംഭവം വന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കേട്ടോ അത്രയും പൈസക്ക് അവിടെ നിന്ന് സാധനം എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അവളെ കൊണ്ടാണ് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അവളെ കൊണ്ട് ഞാൻ ഇങ്ങനെ പോയിട്ടില്ല സ്റ്റുഡിയോയിൽ. ആ ചേട്ടൻ അത്രയും അങ്ങനെ വരാനൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. അപ്പം അവളെ കൂടി ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റുഡിയോയിൽ പോകുന്നത്. സംതിങ് റേറ്റ് ആയിട്ടുണ്ട് 84 തോന്നണേ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.